ഡിയേഴ്സ് വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു പെർഫെക്റ്റ് ചായൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ മതിയാവും, പക്ഷേ ഞാനൊരു ചായ ഉണ്ടാക്കി കാണിച്ചില്ല. ഇതെങ്ങനെയുണ്ട് നിങ്ങൾ കുടിച്ച് നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട്. അപ്പം ഇതേപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ചായ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു കൈപ്പിടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പാൽ ഒഴിക്കുക. തോനെ പാലാണ് കേട്ടോ ഒഴിക്കേണ്ടത്, പശുവും പാൽ. അപ്പം ഇത് തോനെ ഒഴിച്ചിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. ഒരു ഗ്ലാസ്, ഈ സ്റ്റീൽ ഗ്ലാസ്സാണ് എല്ലാത്തും ഞാൻ അളവായിട്ട് എടുക്കൽ. ഇതിലേക്ക് ആ ഒരു ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെറും പാൽ മാത്രം ഒഴിച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലേശം ഒരു വെള്ളം ഒഴിച്ചതാണ്, വെറും ഒരു പാലിൻ്റെ ടേസ്റ്റ് മാത്രം ആവണ്ടെന്ന് വെച്ചിട്ട്. ഇതേപോലെ തീ നല്ല കൂട്ടിനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. സ്ഥിരം ചായ ഉണ്ടാക്കുന്ന പാത്രം ആയതുകൊണ്ടാണ് സൈഡിൽ ഇങ്ങനെ കാണുന്നത്. ശരിക്കും ഒരച്ചാൽ പോകും, നമ്മൾ സെബീന പൊടി ഇട്ടിട്ട് ഒരച്ചിട്ട് വൃത്തിയാക്കിയിട്ട് പോകുന്നുണ്ടായാലും ഉറപ്പാണ്. അപ്പോൾ ഞാനത് ടൈമില്ലാത്തതിനെ കൂടെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഒരുതി അങ്ങനെ ഇട്ടിട്ട് പോയതാട്ടോ. അപ്പം അത് ഇതേപോലെ ഇങ്ങനെ തിളയ്ക്കാൻ വെക്കുക കേട്ടോ, പാല്. അപ്പം ചായ ഉണ്ടാക്കാനല്ല എല്ലാവർക്കും, അതിപ്പോൾ എന്താ എത്ര കാണിക്കാനൊക്കെ എല്ലാം ചിന്തിക്കണം. പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാണ്. അപ്പം ഇതിലേക്ക് നമ്മൾ ചായപ്പൊടി, അത് ചായപ്പൊടിയൊക്കെ നമ്മളെ വീട്ടിൽ പൊടിയുടെ സ്ട്രോങ് എത്രയാണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ പാൽ ചായക്ക് ലേശം ചായപ്പൊടി കൂട്ടിയിടുന്നതാണ് നല്ലത്. കുറച്ച് തോനെ ചായപ്പൊടി ഇടുമ്പോഴാണ് നല്ലത്. നല്ല ചായ കുടിച്ച് നമുക്ക് തലവേദനയൊക്കെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. നല്ലൊരു ഉന്മേഷക്കുറവുണ്ടാകുമ്പോൾ ചായ കുടിക്കുമ്പോൾ എനിക്ക് നല്ലൊരു സുഖം കിട്ടലുണ്ട്. ചായ കുടിക്കുമ്പോൾ മാറുന്നല്ല, പക്ഷേ ഒരു റീഫ്രഷ്മെൻറ്റ് എന്തായാലും കിട്ടലുണ്ട്. അപ്പോൾ ഒന്നുകൂടി ചൂടായി വന്നപ്പോൾ ഞാൻ ചായപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചായപ്പൊടിൻ്റെ ടിന്നിൽ ഇതേപോലെ ഏലക്കായ ചതച്ചിട്ടിട്ടുണ്ട് ഞാൻ. അത് ആ ചായപ്പൊടിക്ക് ഒരു ചുവ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ചായപ്പൊടി ഇതേപോലെ പാൽ തിളച്ച് വന്നു. അപ്പോൾ നല്ലോണം പൊങ്ങി വരുന്ന സമയത്ത് ഇത് ഓഫാക്കിയിട്ടിട്ട് പിന്നെ ഞാൻ അതിലേക്ക് മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം. ഞങ്ങൾ കുറച്ചിട്ടാണ് മധുരം ഇടൽ, നല്ല മധുരം ഇടാറില്ല. അതൊക്കെ ഓരോരുത്തരും അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മധുരം ഇട്ടു. പിന്നെ ഇതിലേക്ക് ഞാൻ ബിസ്ക്കറ്റാണ് ചായക്ക് കൂട്ടുന്നത്. അപ്പം ബിസ്ക്കറ്റിൽ ഓൾറെഡി മധുരം ഉണ്ടല്ലോ, അപ്പം കുറച്ച് മധുരം കുറച്ചിട്ടതാണ്. പിന്നെ ഇതേപോലെ ഒരു കപ്പ് എടുക്കുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കണം ചായ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം ഒന്ന് ഒഴിച്ചിട്ട് ആണ് പിന്നെ ഞാൻ ആ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുള്ളൂ. ഒരു വെളിച്ചത്തിൻ്റെ കുറവുണ്ട്, അത് എന്താ പറയുക, രാത്രിയാണ് എടുക്കുന്ന വീഡിയോ. അപ്പോൾ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചായക്ക് നല്ല ടേസ്റ്റ് വരിക കേട്ടോ. ഇതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നതല്ല, ആദ്യം എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. അതേപോലെ പിന്നെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കണ്ടോ, ചായ നല്ല കട്ടിയില്ലേ. ഇതേപോലെയാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത്. അപ്പം ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ല, ഇഷ്ടപ്പെട്ടവരെന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ് കേട്ടോ. നല്ല ഒരു ഉന്മേഷം ഉണ്ടാവാറുണ്ട് കുടിച്ചാൽ. എനിക്കുണ്ടാവാറുണ്ട്, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ചായ കുടിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ചായ. അപ്പം എല്ലാം ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, താങ്ക് യു, ബൈ.